2026 ഗൈസ്, പലർക്കും ഇതൊരു സാധാരണ വർഷം മാത്രമായിരിക്കും. പക്ഷേ മറ്റു ചിലർക്ക് ഇത് ലൈഫ് ടേൺ ചെയ്യുന്ന വർഷമാണ്. നിനക്കറിയാമോ നമ്മളെ മുന്നോട്ട് പോകാൻ തടയുന്ന എനിമി, ശത്രു ആരാണെന്ന്? അത് പോവർട്ടി അല്ല, എഡ്യൂക്കേഷൻ കുറവുമല്ല, ലക്കില്ലാത്തതുപോലുമല്ല. ദാറ്റ് ഈസ് ഓൺലി കമ്പാരിസൺ. അതായത് നമ്മളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുക എന്നത് മാത്രമാണ് അത്. നീ ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ അതിൽ കാണുന്നത് ഒരുത്തൻ ഫോറിനിൽ സെറ്റിലാകുന്നു, മറ്റൊരുത്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അവൻ കാറ് വാങ്ങി, അവൾ ലൈഫ് സെറ്റ് ചെയ്തു. ഇതൊക്കെ കാണുമ്പോൾ നിൻ്റെ മനസ്സ് പറയും, എനിക്ക് മാത്രം എന്താണിങ്ങനെ? ഞാൻ ലേറ്റായല്ലോ, എനിക്ക് ഇതൊന്നും നടക്കില്ലേ? ഇവിടെയാണ് നമ്മുടെ ഗെയിം ഓവറാവുന്നത്, നാം തളരുന്നത്. ഒന്നു മാത്രം ശ്രദ്ധിക്കുക, അവൻ മുന്നിൽ പോയത്, വിജയിച്ചത് നിൻ്റെ ഫെയിലിയർ അല്ല. അവൻ്റെ ടൈം ലൈൻ നിൻ്റെ ടൈം ലൈൻ അല്ല. അവൻ്റെ സ്ട്രഗിൾ നിൻ്റെ സ്ട്രഗിളുമല്ല. എല്ലാവരും ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നല്ല വരുന്നത്. ഒരാൾക്ക് സപ്പോർട്ടുണ്ട്, ഒരാൾക്ക് പ്രഷറുണ്ട്, ഒരാൾക്ക് മണി ഉണ്ട്, ഒരാൾക്ക് സൈലൻസ് മാത്രം, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്നറിയാമോ? ഡിഫറെൻറ്റ് ജേണീസ് സെയിം സ്കെയിലിൽ മെഷർ ചെയ്യുന്നു. അതായത് മറ്റുള്ളവരുടെ ജീവിതത്തെ നമ്മുടെ ജീവിതവുമായി കമ്പയർ ചെയ്യുന്നു എന്നർത്ഥം. അതാണ് നിന്നെ മെൻ്റലി കിൽ ചെയ്യുന്നത്. 2026 നീ ഒരൊറ്റ ഡിസിഷൻ മാത്രം എടുത്താൽ മതി. ഞാൻ ഇനി എന്നെ ആരുമായും കമ്പയർ ചെയ്യില്ല. നീ ഇന്നലെ ആയിരുന്നതിനേക്കാൾ 1% ബെറ്റർ ആവാൻ ശ്രമിച്ചാൽ മതി. അതാണ് ഗ്രോത്ത്, അതാണ് പ്രോഗ്രസ്, അതാണ് റിയൽ സക്സസ്. നീ സ്ലോ ആണോ? നോ പ്രോബ്ലം. സ്ലോ ആയിട്ട് പോയാലും സ്റ്റോപ്പ് ചെയ്യരുത്. ബ്രേക്ക് വേണോ എടുക്കൂ, റെസ്റ്റ് വേണോ എടുക്കൂ, പക്ഷേ ഒരിക്കലും ക്വിറ്റ് ചെയ്യരുത്. കാരണം ലോകം കാണുന്നത് പ്രോസസ്സ് അല്ല, റിസൾട്ട് മാത്രമാണ്. നീ രാത്രികളിൽ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ആരും ക്ലാപ്പ് ചെയ്യില്ല. നീ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുമ്പോൾ ആരും കാണില്ല. പക്ഷേ ഒരു ദിവസം റിസൾട്ട് വന്നാൽ അതേ ലോകം തിരിച്ചു പറയും, ഓവർനൈറ്റ് സക്സസ്, യു ആർ ഗ്രേറ്റ്. ശരിക്കും സത്യത്തിൽ ഓവർനൈറ്റ് സക്സസ് എന്ന ഒന്നില്ല. അത് ലോങ് ടേം കൺസിസ്റ്റൻസി മാത്രമാണ് എന്ന തിരിച്ചറിവാണ് നിനക്ക് വേണ്ടത്. ഗൈസ്, നമുക്ക് മോട്ടിവേഷൻ ഇല്ലാത്ത മടി പിടിച്ച ദിവസങ്ങൾ വരും. ലാസിനെസ് ഫീൽ ചെയ്യും, സെൽഫ് ഡൗട്ട് വരും. അപ്പോൾ ഓർക്കുക, മോട്ടിവേഷൻ മൂഡല്ല, ഡിസിപ്ലിനാണ്. അതായത് നീ മൂഡ് നോക്കി വർക്ക് ചെയ്താൽ ലൈഫ് മൂഡ് നോക്കി റിവാർഡ് തരും. പക്ഷേ ഡിസിപ്ലിൻ നോക്കി വർക്ക് ചെയ്താൽ ലൈഫ് റെസ്പെക്റ്റ് നോക്കി റിവാർഡ് തരും. 2026 നിനക്കൊരു വാണിംഗ് കൂടിയാണ്, നിനക്കൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഇനി സമയം വേസ്റ്റ് ചെയ്യാൻ ലക്ഷറി ഇല്ല. നിൻ്റെ എനർജി റോങ് പ്ലേസിൽ സ്പെൻഡ് ചെയ്യാൻ സമയവുമില്ല. നീ ഇനി നിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, നിൻ്റെ വിജയത്തിന് വേണ്ടി മുന്നേറും. ഒരൊറ്റ കാര്യം മാത്രം ചെയ്യൂ, കമ്പയർ ചെയ്യുന്നത് ഒഴിവാക്കൂ, കണ്ടിന്യൂ ചെയ്യൂ. നീ ഒരിക്കലും ലേറ്റല്ല, നീ വീക്കുമല്ല, നീ ബിൽഡാവുകയാണ്. സ്ലോ ആയി, സൈലൻ്റ് ആയി, പക്ഷേ സ്ട്രോങ് ആയി. ഒരു ദിവസം നീ നിന്നോട് തന്നെ പറയും, ഐ ആം എ സ്ട്രോങ് വെപ്പൺ. 2026 നിൻ്റെ ഓൺലി കോമ്പറ്റീഷൻ നീ തന്നെയാണ്. സ്റ്റാർട്ട് യുവർ ലൈഫ് സ്ലോലി, ബിൽഡ് യുവർ കരിയർ സ്ട്രോങ്ലി. ഗുഡ് ലക്ക് ഗൈസ്.